അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഫലം കിട്ടിയിട്ടുള്ളതാണ്. ഇത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ചൊല്ലിത്തീരും മുമ്പേ തന്നെ ഫലം കിട്ടുന്നതാണ്. ഇത് നേർച്ച വെച്ചിട്ട് ഓതുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് ബുദ്ധിമുട്ട് ആയിക്കോട്ടെ, വീടെന്ന സ്വപ്നമായിക്കോട്ടെ, മക്കളുടെ പഠനം, വിദ്യാഭ്യാസം, കല്യാണം, കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവാന്, കടക്കെണിയിൽപ്പെട്ട് പൈസ കടം കൊടുത്ത് തിരികെ കിട്ടാൻ, ഇനി എന്തുമായിക്കോട്ടെ, എന്ത് പ്രയാസങ്ങളായിക്കോട്ടെ, അതെല്ലാം നീങ്ങി കിട്ടുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു താലായെ മുറുകെ പിടിക്കുക. അള്ളാഹു സുബ്ഹാനഹു താലാക്ക് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. ഇനി എത്ര പൈസ ഉണ്ടെങ്കിൽ തന്നെയോ അള്ളാഹു നിശ്ചയിക്കാതെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങാൻ സാധിക്കുകയില്ല. അത് നമ്മൾ എല്ലാ ഫർള് നമസ്കാരവും കള ആക്കാതെ നമസ്കരിക്കാൻ നോക്കുക. കള ആക്കിയിട്ട് നമസ്കരിക്കരുത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് എങ്കിൽ മാത്രം കള ആയി പോയി എങ്കിൽ അങ്ങനെ നമസ്കരിക്കുക. അല്ലാതെ കള ആക്കി നമസ്കരിക്കാൻ പാടില്ല. എന്നിട്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ചോദിക്കണം. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും അത് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അത് നടത്തി തന്നിരിക്കും. നമ്മൾ എന്തിന് നമുക്ക് വേണ്ടിയല്ലേ നമ്മൾ പടച്ചവനോട് ചോദിക്കുന്നത്, അല്ലാതെ മറ്റാർക്കെങ്കിലുമാണോ? നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. പടച്ചവൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷെ നമുക്ക് ചോദിക്കാൻ വയ്യ, പക്ഷെ കിട്ടണം. നമ്മൾ മിക്കവരും ആൾക്കാരുണ്ട്, എന്തെങ്കിലും വിഷമം വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ വിളിക്കുന്നവര്. എന്ത് കാര്യം? ആർക്ക് വേണ്ടിയിട്ട്? ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ അവർ പഴയതുപോലെ. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും അള്ളാഹുവിന് വേണ്ടി, നമുക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, എപ്പോഴും നമസ്കരിച്ചുകൊണ്ടേയിരിക്കുക, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ആഖിറത്തിലും എല്ലാം നമുക്കിത് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു നേർച്ചയാണ്. നിങ്ങൾക്ക് എത്ര ദിവസം നേർച്ച ചെയ്യാൻ പറ്റുമോ? 7, 9, 12 നിങ്ങൾക്ക് എത്ര ദിവസമാണ് പറ്റുന്നത്, അങ്ങനെ ഒരു ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് നേർച്ച വെക്കുക. ഞാൻ 7 ദിവസം ഇന്ന ഈ സൂറത്ത് ചൊല്ലിയേക്കാം, എൻ്റെ ഇന്ന ആഗ്രഹം സാധിച്ചു തരണമേ എന്നും പറഞ്ഞ് നിങ്ങൾ നേർച്ച വെക്കുക. മഗ്‌രിബ് നമസ്കരിച്ചതിന് ശേഷം ആ നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് തന്നെ 11 സ്വലാത്ത് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി 11 സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം 111 പ്രാവശ്യം ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്നത് 111 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം സൂറത്തുൽ ഫലക്ക് 123 പ്രാവശ്യം. ഇത് 3ഉം ചൊല്ലിയതിനു ശേഷം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് കരഞ്ഞുകൊണ്ട് നമ്മുടെ ആഗ്രഹം ചോദിക്കുക. ഇൻഷാ അല്ലാഹ് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ലഭിച്ചിരിക്കും. ഹൈറായിട്ടുള്ള കാര്യമാണെങ്കിൽ ഇനി ഒരു ബുദ്ധിമുട്ടുകളും വേണ്ടിയില്ല. നമ്മുടെ കാര്യം അത് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നോക്കിക്കൊള്ളും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ മനസ്സിൽ ദൃഢമായി വിശ്വസിക്കുക. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. അവർക്ക് കിട്ടിയല്ലോ, എനിക്കും കിട്ടുമായിരിക്കും എന്നും പറഞ്ഞ് ചെയ്ത് നോക്കേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങൾക്ക് കിട്ടില്ല. അതിൻ്റെ കാരണം നമ്മൾ നമ്മുടെ മനസ്സിൽ ഇതെനിക്ക് കിട്ടും, ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തരും എന്ന് ദൃഢമായ ഒരു വിശ്വാസം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഇത് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങൾക്കിത് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ ഇത് നേർച്ച വെച്ചു. ഞാനിപ്പോൾ മഗ്‌രിബ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഏത് നമസ്കാരത്തിന് ശേഷമാണ് ഉത്തമമായിട്ട് തോന്നുന്നത്, ആരോടും മിണ്ടാതെ ഇത് പൂർത്തിയാക്കാൻ പറ്റുന്ന ഏത് സമയമാണോ ആ സമയത്ത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ മഗ്‌രിബ് എന്ന് പറഞ്ഞത് ഞാൻ ചൊല്ലിയത് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ഉത്തമമായ സമയം ഏതാണോ ആ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകും. ഇത് ചൊല്ലുന്നത് കൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങി കിട്ടും. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും ബർക്കത്തും അല്ലാഹു സുബ്ഹാനഹു തആല ചൊരിയുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.